നമസ്കാരം. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാക്കൾ ജനങ്ങളെ പൊട്ടന്മാരാക്കണം, അല്ലെങ്കിൽ ആടിനെ പട്ടിയാക്കുന്നത് പോലെ ജനങ്ങളെ പറ്റിക്കുന്നതാണ്. അതാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് നാളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഭരണപക്ഷി MLA പറഞ്ഞ കുറേ കാര്യങ്ങൾ അദ്ദേഹം തിരസ്കരിച്ച് ഞാൻ പറഞ്ഞതെല്ലാം മാത്രമേ ഇവിടെ നടക്കൂ എന്നുള്ള കാർക്കശ ബുദ്ധിയോടെ സംസാരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ ഭരണപക്ഷം MLA പറഞ്ഞ ശശിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതുപോലെ തന്നെ ADGPക്കെതിരെയുള്ള ആരോപണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഒരു 7 ദിവസത്തിനകം അതിനെപ്പറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നു. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 22 എന്തോ ആണ് ആ ഒരു റിപ്പോർട്ടിന് പറഞ്ഞ് ഏപ്രിൽ 29 ആകുമ്പോൾ റിപ്പോർട്ട് ഇത് വരേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞു. എന്നിട്ടും അതിനെപ്പറ്റി വിവരാവകാശ വഴി അന്വേഷിച്ചപ്പോൾ അതിനെപ്പറ്റിയിട്ട് അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഉറപ്പാണ് ഇവിടെ പറയണത് 7 ദിവസത്തിനകം. ഇതിപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതിനെപ്പറ്റി അന്വേഷിക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരുന്നുവെന്ന് ഈ ADGP പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ സമയം കൊടുത്തിരിക്കുന്നു. ഒരു ഉറപ്പിൻ്റെ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകുന്ന മുഖ്യമന്ത്രി ആണോ കേരളം ഭരിക്കുന്നതെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാകില്ല. ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറ്റിക്കാം എന്ന മനോഭാവമാണ് മുഖ്യമന്ത്രി കൈയാളുന്നത്. എന്തൊരവസ്ഥയാണ് കേരളത്തിൻ്റെ. ഇപ്പോൾ എനിക്ക് കുറേ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ EDയുടെ അന്വേഷണങ്ങളും ഒന്നും ഇപ്പോൾ ചിത്രത്തിലില്ല. പലപ്പോഴും ഇപ്പോൾ ED എന്നുള്ള കാര്യം പോലും പറയുന്നില്ല. EDയുടെ അന്വേഷണം എൻ്റെ ഒരു സംശയമാണ്. അതുപോലെ തന്നെ പലർക്കുമുള്ള സംശയമായിരിക്കും. ഈ RSS നേതാവുമായിട്ടുള്ള സ്വകാര്യമായി സമ്പർക്കത്തിലായിട്ട് ഒരു സംസാരിച്ചിൽ ഏർപ്പെട്ട ഒരു ADGPയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇതുപോലെ EDയുടെ അന്വേഷണം പെട്ടെന്ന് നിന്നത്? ഇതൊക്കെ സംശയങ്ങളാണ്. ഇതിനൊക്കെ ഉത്തരങ്ങൾ തരേണ്ടത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇവിടെ ഒളിച്ചു കളിക്കുകയാണ്. ഒളിച്ചു കളിക്കുക എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഒളിച്ചു കളി. ഈ ഒരു സംസാരം എന്തിൻ്റെ കാര്യത്തിൽ രഹസ്യമായി സംസാരിക്കുന്നത് എന്ന കാര്യം വെളിപ്പെടുത്താൻ ഇതുവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണോ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പോലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചാലേ സാധിക്കുകയുള്ളൂ. MK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിനെ വിമർശിച്ച ആളുകൾ, ഈ സഖാക്കന്മാർ മുഖ്യമന്ത്രി അടക്കമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കീഴിലുള്ളൊരു ADGP അദ്ദേഹം രാഷ്ട്രീയ വൈര്യമുള്ള RSS നേതാവിനെ കണ്ട് സംസാരിച്ചു എന്ന ഇതിന് ഇത്ര ലാഘവത്തോടെ കാണുന്ന മുഖ്യമന്ത്രിയെ ഞാൻ ആദ്യമായി കാണുകയാണ്. CPI ആളുകൾ ഇതിനെതിരെ ഇപ്പോൾ പലരും ആവശ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ അതെന്തിനാണ് കണ്ടതെന്നുള്ള കാര്യം പറയണം എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഇനി അവരുടെ മുണ്ടാട്ടം പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പലരുടെയും ഈ പല ചാനൽ ചർച്ചയിൽ ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ പല CPM പ്രതിനിധികളെ അയക്കുന്നില്ലായിരുന്നു.
പക്ഷെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പല രാഷ്ട്രീയ മാധ്യമ ചർച്ചകളിലും CPM-ൻ്റെ പ്രതിനിധികൾ വന്ന് പ്രത്യക്ഷപ്പെട്ട് അതിനെപ്പറ്റി സംസാരിക്കും, മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് സംസാരിക്കാൻ തുടങ്ങി. PV അൻവറിനെ എതിരെ സംസാരിക്കാൻ തുടങ്ങി. അവിടെ പാർട്ടിയെക്കാട്ടിലും മേലെ വ്യക്തി എന്ന ഒരു സംഭവം ഇവിടെ CPM-ൽ ഇപ്പോൾ വളർന്നിട്ടുണ്ട്. ഒരു വ്യക്തി പറയുന്നത് മാത്രമാണ് ഇപ്പോൾ ഈ നേതാക്കളുടെയും ഈ അണികളുടെയും ആപ്തവാക്യം. ആ രീതിയിൽ CPM അത്ര അധവച്ചിരിക്കുന്നു. ജനങ്ങളെ കളിയാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ജനങ്ങളോട് ഇതെല്ലാം വിവരിക്കുന്നതിന് പകരം ജനങ്ങളെ പൊട്ടന്മാരാക്കുക. ഈ രാഷ്ട്രീയ ചർച്ചയിൽ വരുന്ന CPM നേതാക്കൾ വന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം ജനങ്ങൾക്കറിയാം. എന്തറിയാം? ഈ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇത്രയും നാണം കെട്ട രീതിയിൽ നിന്ന് ഒരു തരം താണ രാഷ്ട്രീയ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും ദേഷ്യമുണ്ട് നമ്മൾ ഒരു പൊതുജനത്തിൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ. ഒരു മുഖ്യമന്ത്രി ഇത്രയും രീതിയിൽ നാണം കെട്ട് ഇത് ആ രീതിയിൽ തുടരുന്നതും വളരെ നാണം തോന്നുന്നു. കാരണം ഈ ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ എവിടെ നിഴലുകളിലില്ല. പലരും പറയുന്നു ഇപ്പോൾ സഖാക്കന്മാർ അതിനെ ആയിരിക്കുന്നത് EDയുടെ അന്വേഷണം തെളിവില്ലാത്ത കഴമ്പുള്ളത് കൊണ്ടാണ് ED അന്വേഷണം മുട്ടിലഴിഞ്ഞു പോകുന്നത് എന്നുള്ളത്. പക്ഷെ അതാണോ സംഗതി വാസ്തവം? അതിന് മറുപടി കൊടുക്കേണ്ടതാണ് ഈ RSS നേതാവായിട്ടുള്ള കൂടിക്കാഴ്ച ഈ ഇതുപോലുള്ള സംഗതികൾ തീർപ്പിലെത്തിക്കാനാണോ എന്ന കാര്യം ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതല്ല, അത് ശുദ്ധമാണ് എന്ന് തെളിയിക്കുന്നിടത്താണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ വിജയിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വീമ്പിളക്കുന്നത് കൊണ്ട് ഒരു മുഖ്യമന്ത്രി ആവുകയില്ല, ഒരു ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. ഒരു അഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയാണ് ഈ രീതിയിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ വളരെയധികം ദയനീയത തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപകരിക്കുന്നു. ഗുഡ് ബൈ.